നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. മലയാളി UK-യിൽ അന്തരിച്ചു. മൂവാറ്റുപുഴ കയനാട് സ്വദേശി റെജി ജോർജ് ബ്രിട്ടനിലെ കാർഡിഫിൽ അന്തരിച്ചു. ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. 2009 ബ്രിട്ടനിലെത്തിയ റെജി 2 വർഷം മുമ്പാണ് കാർഡിഫിലേക്ക് താമസം മാറ്റിയത്. കാർഡിഫിലെ ക്ലിഫ്റ്റൺ റോഡിലുള്ള വസതിയിലായിരുന്നു താമസം. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് തീരുമാനം. റെജിയുടെ സഹോദരനും കുടുംബവും UK-യിലുണ്ട്. നോർത്തേൺ അയർലൻഡിൽ മലയാളിയുടെ കാർ കത്തിച്ചു. നോർത്തേൺ അയർലൻഡിലെ ലണ്ടൻ ഡെറി കൗണ്ടിയിൽ വീണ്ടും വംശീയ ആക്രമണം. മലയാളി കുടുംബത്തിന്റെ കാർ അഗ്നിക്കിരയാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ ലിമാവാഡിയിൽ ഐറിഷ് ഗ്രീൻ സ്ട്രീറ്റ് പ്രദേശത്ത് താമസിക്കുന്ന മലയാളി കുടുംബത്തിന്റെ കാറാണ് കത്തിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചതായി നോർത്ത് അയർലൻഡ് പോലീസ് സർവീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തെ അപലപിച്ച് DUP കൗൺസിലർ ആരോൺ കാലൻ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച മറ്റൊരു കുടുംബത്തിന്റെ കാറിന്റെ 4 ടയറുകളും കുത്തിപ്പൊട്ടിച്ച സംഭവം ഉണ്ടായതായും പ്രദേശത്തെ മലയാളി വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാർക്ക് നേരെയുള്ള അതിക്രമമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സമാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്നും മലയാളി കുടുംബങ്ങൾക്ക് ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിലെ ആദ്യ AI നഗരം ഭാവിയുടെ ഉദ്യാന പട്ടണങ്ങൾക്ക് തുടക്കമിട്ട് ലേബർ സർക്കാർ. ബ്രിട്ടനിലെ ആദ്യത്തെ AI അധിഷ്ഠിത നഗരം പണിയുന്നതിനുള്ള പദ്ധതി ഇന്നലെ ഹൗസിംഗ് സെക്രട്ടറി വെളിപ്പെടുത്തി. പുതിയ ആധുനിക ഉദ്യാന നഗരങ്ങളിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. റോഡുകൾ, ഷോപ്പുകൾ, കെയർ ഹോമുകൾ തുടങ്ങിയവയെല്ലാം AIയുടെയും റോബോട്ടിക്സിൻ്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നഗരമാണ് സ്വപ്നം കാണുന്നതെന്നും ക്യാബിനറ്റ് മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി 3 പുതിയ പട്ടണങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ലേബർ പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം. പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമായ 12 ഇടങ്ങളുടെ പട്ടിക ഒരു സ്വതന്ത്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 5 വർഷക്കാലം കൊണ്ട് ഇംഗ്ലണ്ടിൽ 15 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ ഭാവിയുടെ പട്ടണങ്ങൾ. 20-ാം നൂറ്റാണ്ട് ആദ്യകാലത്ത് ബ്രിട്ടനിൽ നിർമ്മിച്ച ഉദ്യാന നഗരങ്ങളുടെ മാതൃകയിലായിരിക്കും ഇവയുടെ നിർമ്മാണം. വെയിൽസിലെ കുടുംബത്തിന് മുൻവശത്തെ ഫെൻസ് നീക്കം ചെയ്യാൻ ഉത്തരവ്. വെയിൽസിലെ ചെപ്സ്റ്റോയിൽ സെന്റ് ലോറൻസ് റോഡിലുള്ള കുടുംബത്തിന് മുൻവശത്തെ ഫെൻസ് നീക്കം ചെയ്യാൻ മോൺമൗത്ത് ഷെയർ കൗൺസിൽ ഉത്തരവിട്ടു. 1.98 മീറ്റർ ഉയരമുള്ള ഈ ഫെൻസ് ഡ്വാർഫ് വാൾ പരിധി ലംഘിക്കുന്നതിനാൽ പിന്നീട് അനുമതി തേടിയ അപേക്ഷ കൗൺസിൽ നിരസിച്ചു. സോഫി ഡെയ്ലി എന്ന അമ്മ കുട്ടിയുടെയും വലിയ ഇനം നായയുടെയും സുരക്ഷയ്ക്കും A48 റോഡിന്റെ ശബ്ദ മലിനീകരണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനുമായി ഫെൻസ് ആവശ്യമാണെന്ന് വാദിച്ചു. പകരം നട്ട ഹെഡ്ജിനേക്കാൾ മെച്ചമാണിതെന്നും അവർ പറഞ്ഞു. ടൗൺ കൗൺസിൽ, കൺസർവേറ്റീവ് കൗൺസിലർ പോൾ പാവിയ, ഒരു അയൽവാസി എന്നിവർ ഇതിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ നഗരപ്രവേശന കവാടത്തിലെ പ്രമുഖ സ്ഥാനം കണക്കിലെടുത്ത് ഫെൻസ് ദൃശ്യ സൗന്ദര്യത്തിന് ഹാനികരമെന്ന് പ്ലാനിംഗ് ഓഫീസർ ഫിലിപ്പ് തോമസ് റിപ്പോർട്ട് ചെയ്തു. ഹെഡ്ജ് നീക്കിയതിന് പരിസ്ഥിതി നഷ്ടപരിഹാരം ഇല്ലെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. 3 കൗൺസിലർമാർ എതിർത്തെങ്കിലും അപേക്ഷ തള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.